ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ. അപ്പോൾ ഞാൻ കൽപ്പാത്തി തേര് കഴിഞ്ഞ് വന്നതും വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. അതായത് എനിക്കറിയാം എല്ലാ ചാനലുകാരും തത്സമയം കൽപ്പാത്തി തേരൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി റിപ്പോർട്ടർ ചാനൽ എത്തിച്ചിട്ടുണ്ടാവും. എങ്കിലും എൻ്റെ ഒരു കൊച്ചു വ്ളോഗ് ഒട്ടും വൈകിക്കരുത്, നാളത്തേക്ക് ആക്കരുത് എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ വീഡിയോ എടുത്ത ഇന്നത്തെ ഒരു ഡേ ഫുള്ള് ഞാൻ ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ. രാവിലെ നേരത്തെ തന്നെ 3-ാം തേരായിരുന്നു. കൽപ്പാത്തി അമ്പലത്തിലോട്ട് ഞാൻ പോവുകയാണ്. രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് തൊഴാൻ വേണ്ടി പറ്റും. കുറച്ച് വൈകി ഒരു 7 o'clock കഴിഞ്ഞാൽ തന്നെ തിരക്ക് വരാൻ വേണ്ടി തുടങ്ങും. ഞാനൊരു 6 o'clock ആകുമ്പോഴേക്കും അവിടെ എത്തി അമ്പലമൊക്കെ തൊഴുതു അടിപൊളിയായിട്ട് തൊഴാൻ വേണ്ടി പറ്റും കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയതും നല്ല രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ വന്നു. റിപ്പോർട്ടർ മാത്രമല്ല, മാതൃഭൂമി, ജനം, കൈരളി എല്ലാ ചാനൽസും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചധികം റെഡി ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ 6 മണിക്ക് അമ്പലത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാൾ പെട്ടെന്ന് ഒരു കൊളാബ് ഷൂട്ട് ചോദിച്ചിരുന്നു. ഞാനും ഓക്കെ പറഞ്ഞ് ഗുരുപ്രസാദ് ഐക്കോണിക് എന്ന് പറഞ്ഞൊരു അവരുടെ ഇൻസ്റ്റഗ്രാം ID കേട്ടോ, അവരാണ് ഷൂട്ടൊക്കെ ചെയ്തു തന്നെ. അടിപൊളി. അതിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ഡാൻസ് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പോയി കടകളൊക്കെ കണ്ടു. പുഴയിലൊക്കെ എല്ലാവരും കുളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സൈഡൊന്നും ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ അമ്പലം തൊഴുതു. പിന്നെ ഫുള്ള് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3-ാം ദിവസത്തെ തേരാണ്. ആദ്യത്തെ ദിവസം ശിവൻ്റെ അമ്പലത്തിലാണ് തേര്. സെക്കൻഡ് മന്തക്കര ഗണപതി അമ്പലത്തിലായിരുന്നു. 3-ാമത്തെ ദിവസം ചാത്തപ്പുരം പഴയ കൽപ്പാത്തി അമ്പലത്തിലുമാണ് തേരുള്ളത്. പിന്നെ 3-ാം ദിവസം വൈകിട്ട് സംഗമം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറേ അധികം കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ വൈകുന്നേരം വാങ്ങിക്കാമെന്നുള്ളൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അമ്പലം തൊഴുക പക്ഷെ ഒക്കെ ഞാൻ നോക്കി വയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എല്ലാം നല്ല അടിപൊളി കടകളാണ്. പിന്നെ എല്ലാവരും ചോദിച്ചു കടകളൊക്കെ പോകുമോയെന്ന്. കടകളൊക്കെ 1 to 2 weeks വരെ കടകളൊക്കെ ഉണ്ടാവും കേട്ടോ. ആരും പേടിക്കേണ്ട. ഈ നെക്സ്റ്റ് സൺഡേ വരെയും ഏകദേശം എല്ലാ കടകളും ഉണ്ടാവും. പിന്നെ ഈ കുണ്ടമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കടകളൊക്കെ തന്നെ കുറച്ചും കൂടി കൂടുതലുണ്ടാവും കേട്ടോ. മുമ്പൊക്കെ ഗുരുവായൂർ ഏകാദശിയുടെ മുന്നേയൊക്കെ ആയിട്ടേ കടകളൊക്കെ പോവാറുള്ളൂ. ആക്ച്വലി ഇത് റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ സാറാട്ടോ. എനിക്ക് കാണണം എന്ന് കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. കാണാൻ വേണ്ടി പറ്റി, പക്ഷെ സംസാരിക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. കാരണം അവിടെ എന്തോ അതുപോലെ സുജയ എന്താകിലായിട്ട് ശരിക്കും വേറെന്തോ ഉണ്ട്. സുജയ പാർവതി ആളെയൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. കാരണം ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു എന്തോ നല്ല അടിപൊളിയായിട്ട് തോന്നും. പക്ഷെ ചാനലുകാർ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഇത്തവണ വിചാരിച്ചതിലും കൂടുതൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് എൻ്റെ ഒരു അറിവിൽ പൊതുവേ ഗ്രാമത്തെ തേര് വരുമ്പോൾ തിരക്ക് നമുക്ക് തോന്നും കേട്ടോ. കാരണം പറയുകയാണെങ്കിൽ ഗ്രാമത്തെ അമ്പലങ്ങൾക്ക് ഇങ്ങനെ പറമ്പ് പോലെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ റോഡിലൊക്കെ തന്നെ ആയിരിക്കും ഫെസ്റ്റിവൽസും കാര്യങ്ങളും ഉണ്ടാവുക. ആ ഒരു സമയം കുറച്ച് തിരക്കാണെങ്കിലും നമുക്ക് കൂടുതൽ തിരക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ഇലക്ഷനും കൂടി വന്നപ്പോൾ ഇലക്ഷൻ്റെ പാർട്ടിക്കാരും പിന്നെ പൊളിറ്റീഷ്യൻസും കൂടുതൽ പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ചാനലുകാർ അവരുടെ ചുറ്റും കുറേ അധികം ആൾക്കാർ. അങ്ങനെ ഇത്തവണ പ്രതീക്ഷിക്കാതെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ട് ഒരു 6 to 8 വരെയൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അത്രയും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഷൂട്ട് കിട്ടും. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് വീഡിയോസൊക്കെ എത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും മേ ബി ദൈവം എനിക്കൊരു ചാൻസ് പോലെ പെട്ടെന്ന് കിട്ടിയൊരു കൊളാബ് ഷൂട്ടായിരുന്നു. പിന്നെ ആനയെ കണ്ടു. എനിക്ക് ഫേവറേറ്റ്. ഈ ആനയെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ നേരിട്ട് കാണുന്ന സമയത്ത്. പിന്നെ അവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മൾ അമ്പലം തൊഴുത് രാവിലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വീണ്ടും പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു ഈവനിങ് പോകാമെന്ന്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് വീണ്ടും പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ടയേർഡാവും. വൈകുന്നേരം കുറേ നേരം നിൽക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ വേറൊരു ഫേവറേറ്റ് ടെമ്പിളാണ്. എൻ്റെ ഗ്രാമത്തിൻ്റെ ഗ്രാമത്തുള്ള ഒരു അമ്പലമാണ്, ശിവൻ്റെ ടെമ്പിളാണ്. അപ്പോൾ ഇത് അന്നപ്പടി കെട്ടിയിട്ട്, അതായത് അരിയൊക്കെ വെച്ചിട്ട് ശിവനെ ഇങ്ങനെ അന്നപ്പടി കെട്ടും കേട്ടോ. എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല, ഈവനിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അരിയും വെല്ലമൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പിന്നെ വീട്ടിലോട്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ്.
പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കുറേ അധികം സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ നേരിട്ടൊക്കെ കണ്ടിരുന്നു. ഇത് എൻ്റെ ഗ്രാമത്തിലുള്ള, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മുരുകൻ്റെ അമ്പലത്തിൽ മയിൽ കുട്ടി ഉണ്ട് കേട്ടോ. മയിലിൻ്റെ അടിയിൽ കുഞ്ഞ് മയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ടതും അത് എണിച്ചോടും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ അപ്പോൾ അത് എന്തോ ഒരു ഇതുപോലെ കറക്റ്റ് മുരുകൻ്റെ അമ്പലത്തിൽ തന്നെ മയിൽ വന്ന് കുഞ്ഞ് കോഴിക്കുട്ടിയെ പോലെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മയിലിൻ്റെ കുട്ടിയെ നേരിട്ട് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്ന ശേഷം നമ്മൾ പിന്നെ സുഡിയോ വരെ പോയി അഖിലേട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. കൂട്ടത്തിൽ ഞാനും ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നല്ല ടയേർഡായിരുന്നു. എനിക്ക് പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ചുമ്മാ ഇപ്പോൾ ഒരു ടാഗ് ചെയ്യാൻ എനിക്ക് ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ചുമ്മാ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി കയറി. പിന്നെ ഞാൻ കിടന്നുറങ്ങി. കാരണം ഞാൻ ഏകദേശം രാവിലെ 4 മണിക്കൊക്കെ എണിച്ചത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വൈകിട്ട് എണിച്ച് നമ്മളൊരു 3:30 കഴിഞ്ഞതും റെഡി ആയിട്ട് നമ്മൾ വീണ്ടും കൽപ്പാത്തിയിലോട്ട് പോയിട്ടോ. അടുത്ത് തന്നെയല്ലേ, നമ്മൾ വേഗം അവിടെ എത്തി. നമ്മൾ എത്തിയതും അവിടെ കൽപ്പാത്തി തേരിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആക്ച്വലി നമുക്ക് 6 തേരാണ് ഉണ്ടാവുക കേട്ടോ. ഞാൻ പറയാൻ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഇവിടെ കറക്റ്റുള്ള ശിവൻ്റെ അമ്പലത്തിൽ 3 തേര്, ഇവിടെ ഉള്ള മന്ദക്കര ഗണപതി വേറൊരു തേര്, പിന്നെ പഴയ ഒരു തേര്, ചാത്തപ്പുരം ഗണപതിയുടെ അവിടെ ഒരു തേര്. അങ്ങനെ നമുക്ക് 6 തേരാണ് ഇവിടെ ഉണ്ടാവുക. അതിൽ 5 തേരാണ് രാത്രി സംഗമിക്കുക. എനിക്കറിയാം എല്ലാ ചാനലിലും തത്സമയം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും തകർത്ത് വാരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ കവർ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനിങ്ങനെ കൽപ്പാത്തി തേര് ദിവസമൊന്നും അങ്ങനെ പോവില്ല കേട്ടോ, ഇങ്ങനെ തേര് കാണാൻ. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഒച്ചയാണ്. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ തേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ ഇത് കാണുന്നതല്ലേ, തിരക്കിൽ പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുപ്പത്തിലൊന്നും കൽപ്പാത്തി തേര് സമയത്ത് ഇങ്ങനെ തിരക്കിലൊന്നും പോവാറില്ല. കൽപ്പാത്തി തേരിന് മുന്നേ അല്ലെങ്കിൽ തേര് കഴിഞ്ഞിട്ടൊക്കെയാണ് പോവാറ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ ഇത്രയും ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയും ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ടാണ് ഞാൻ ഈ തിരക്കിലൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ തിരക്കിൽ പോവാതെ മിണ്ടാതിരിക്കുന്ന ഒരാളാട്ടോ. അത് മിണ്ടാതിരിക്കുകയല്ല, ഐ മീൻ തിരക്കില്ലാത്ത സമയം നോക്കി കൽപ്പാത്തി പോയി കണ്ടിട്ട് വരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ്. കാരണം എൻ്റെ ഗ്രാമത്തും തേരുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈവനിങ് ആയിരുന്നു എത്തിയത്. അപ്പോൾ രഥസംഗമത്തിന് അവിടുത്തെ തേര് ഇങ്ങോട്ട് വരും, ഇവിടുത്തെ തേര് അങ്ങോട്ട് പോകും. അതൊക്കെ വലിയ സ്റ്റോറിയാണ്, ഞാൻ പറഞ്ഞാലും കൺഫ്യൂഷനാവും. അപ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വിചാരിച്ചതിൽ കൂടുതൽ തന്നെ തിരക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് എലക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം പൊളിറ്റീഷ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൽപ്പാത്തിയിൽ ചുറ്റും കുറേയധികം ബാനേഴ്സും അതിൻ്റെ ആൾക്കാരും, അതായത് ഇപ്പോൾ കുറേ ചാനലുകാർ വരുന്നുണ്ടെങ്കിലും കൂടുതലും ഈ ഒരു പ്രചരണം ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട്. സോ അതൊക്കെ കൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ ചാനലുകാരും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ ഞാൻ മുമ്പത്തെ കൽപ്പാത്തി തേരിനൊന്നും ഇത്രയും ചാനലുകാരെ കണ്ടിട്ടില്ല. ഇത്തവണ എല്ലാ ചാനലുകാരും ഉണ്ടായിരുന്നു. അത് ചാനലുകാരുണ്ടായത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമുക്ക് എന്താ പറയുക, ഈ ചാനലുകാരുടെ പിന്നാലെ കുറേയധികം ആൾക്കാർ, എസ്പെഷ്യലി സുജയ പാർവതിയുടെ പിന്നാലേക്ക് ഒരുപാട് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം അങ്ങനെയായിരുന്നു ഇത്തവണ എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും തിരക്ക് ഉണ്ടാവാറില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. പറഞ്ഞാൽ തിരക്കുണ്ടാവും എങ്കിലും ഇത്രയും തിരക്കൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. അങ്ങനെ പിന്നെ ഇത് പഴയ കൽപ്പാത്തിത്തെ ശ്രീകൃഷ്ണൻ്റെ രഥവും അതുപോലെ മന്ദക്കരയുള്ള മഹാഗണപതി യുടെ തേരും കൂടിയാണ്. ആ ചെറിയ റോട്ടിലൂടെ ഇവർ രണ്ടുപേരും ക്രോസ് ചെയ്ത് പോകും കേട്ടോ. അത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനായിരുന്നു. പോലീസുകാരൊക്കെ തന്നെ, അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. അവരൊക്കെ അടിപൊളിയായിട്ടാണ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം അത്രയും അതൊക്കെ അടിപൊളിയായിരുന്നു. എനിക്കിത് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ
സ്റ്റോറി പോലെ ഇങ്ങനെ കൃഷ്ണൻ്റെ തേരിന് ബാക്കി എല്ലാ തേരിനെക്കാട്ടിലും കുറച്ച് ഇളക്കം കൂടുതലാട്ടോ. അപ്പോൾ കൃഷ്ണൻ കളിച്ച് വരുന്നതായിട്ടൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അത് മഹാഗണപതിയുടെ തേര് ലൈറ്റ്സൊക്കെ അവർ ഓൺ ചെയ്തിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചു. നമുക്ക് ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഐസ്ക്രീമും അഖിലേട്ടൻ ആ ഐസ്ക്രീമുമാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇത് മാതൃഭൂമി ന്യൂസുകാരാണ്, അങ്ങനെ എല്ലാ ന്യൂസുകാരും. ഇതാണ് രഥസംഗമം കേട്ടോ. 5 തേരുകൾ ഒരുമിച്ച് ആ ഒരു കോർണറിലെത്തും. കാണാൻ അടിപൊളിയാണ്. അത് നമ്മൾ കാണുക തന്നെ വേണം. അതിൻ്റെ ഒരു ഫീലും അതിൻ്റെ വൈബും നമ്മൾ ഈ തിരക്കിൽ നിന്നതിൻ്റെ എനിക്കിഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്ത് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇതിൽ കൂടുതൽ നന്നായിട്ട് സിനിമാറ്റിക്കലി ഷൂട്ട് ചെയ്ത കുറേ പേരുണ്ടാവും, പക്ഷേ എങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സഡനായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുവാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിച്ച് കളയണം കേട്ടോ. കാരണം ഇന്ന് തന്നെ എനിക്ക് വീഡിയോ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ യെസ്, ടാറ്റ.